നിങ്ങളുടെ ഹൃദയത്തിലെ ഓരോ സ്പന്ദനത്തിലും മനുഷ്യരുടെ രക്ഷയെക്കുറിച്ചുള്ള കരുതലുണ്ടാവുക. പാവങ്ങളുടെ പിതാവെന്നറിയപ്പെട്ടിരുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന ദൈവദാസൻ മാർ മാത്യു കാവുകാട്ട് പിതാവിൻ്റെ ജീവിതം നമ്മളിന്ന് പരിചയപ്പെടുന്നു. നമ്മൾ ഇത് അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി പിതാവിൻ്റെ ജീവിതം പരിചയപ്പെട്ടാലോ? ദേവദാസൻ മാർ മാത്യു കാവുകാട്ട് 1904 ജൂലൈ 17 പാലാ രൂപതയിലെ പ്രവിത്താനമിടവകയിലെ കാവുകാട്ട് കുടുംബത്തിൽ ചുമ്മാർ ത്രേസ്യ ദമ്പതികളുടെ പുത്രനായി ജനനം. 1935 ഡിസംബർ 21 തിരുപ്പട്ടം സ്വീകരിച്ചു. 1950 നവംബർ 9 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാനായി മാർ മാത്യു കാവുകാട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. 1969 ഒക്ടോബർ 9 കാവുകാട്ടു പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു. 1994 സെപ്റ്റംബർ 25 മാർ മാത്യു കാവുകാട്ട് ദേവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടു. കാവുകാട്ട് പിതാവ് 1950 ബിഷപ്പായിട്ട് ചുമതലയേൽക്കുന്നത്. 56 രൂപത അതിരൂപതയായി മെത്രാപ്പൊലീത്തയായി. പിതാവ് 19 വർഷം താമസിച്ചിരുന്ന മുറിയിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇതാണ് പിതാവ് 19 വർഷം താമസിച്ചിരുന്ന മുറി. അലമാര ശ്രദ്ധിച്ചോ നിങ്ങൾ? പഴയ മോഡലുള്ള അല്ലേ, വലിയ അലമാര. ഈ മെത്രാനായിട്ട് സ്ഥാനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവർക്കൊരു സ്ലോഗൻ ഉണ്ടാകണം. അതായത് അവരുടെ ക്യാരിസത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്ലോഗൻ. പിതാവ് തിരഞ്ഞെടുത്ത സ്ലോഗൻ ഇതായിരുന്നു, കാരിത്താത്തെ സെർവീരെ. അതൊരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, സ്നേഹത്തിൽ സേവന നിരതരാകുക. എന്താ അത്? സ്നേഹത്തിൽ സേവന നിരതരാകുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പക്ഷേ അതിനകത്ത് സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹമില്ലാത്ത പ്രവൃത്തികൾക്ക് ജീവനില്ലെന്നാണ് പറയുന്നത്. പിതാവിൻ്റെ ജീവിതം മുഴുവൻ ഒരു പരസ്നേഹത്തിൻ്റെ വ്യക്തിയായിരുന്നു പിതാവ്. പിതാവ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് വീട്ടിൽ എല്ലാ ആഴ്ചയിലും പപ്പടം കൊടുക്കാനൊരു ചേട്ടൻ വരുമായിരുന്നു. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് കണ്ടതാണ്. ഒരു ദിവസം പിതാവ് ഇങ്ങനെ ഈ വരാന്തയിൽ കൂടെ നടക്കുമ്പം ഈ ചേട്ടൻ പിതാവിന് ഇങ്ങനെ മെത്രാനായി എന്ന് അറിഞ്ഞിട്ട് കാണാൻ വരുക. അപ്പം ചെറുപ്പത്തിലേ കണ്ടതാണ്, പിന്നെ അങ്ങനെ ഓർത്തിരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ പപ്പടം വിൽക്കുന്ന ചേട്ടൻ ഇങ്ങനെ ഈ പിതാവിന് എന്നെ മനസ്സിലാവുമോ, എന്നെ തിരിച്ചറിയുമോ, അങ്ങനെ ഒരു കുറേ ആശങ്കയൊക്കെ ആയിട്ടാണ് വരുന്നത്. പിതാവ് ഇങ്ങനെ ഈ ജനാലയിൽ കൂടെ നോക്കിയപ്പോൾ അദ്ദേഹം താഴെ വരുന്നു, അച്ഛന്മാരോട് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അങ്ങനെ വിസിറ്റേഴ്സിൻ്റെ സമയമല്ല. അപ്പോൾ അവർ അച്ഛന്മാർ പറഞ്ഞ് കാണാൻ പറ്റത്തില്ല. ഇദ്ദേഹം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിതാവ് ഇത് കണ്ടിട്ട് മോളിന്ന് താഴെ ചെന്നിട്ട് ചേട്ടൻ്റെ പേര് വിളിച്ചിട്ട് കയറി വരാൻ പറഞ്ഞു. ചേട്ടന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് അതായത് നമ്മൾ എത്ര ഉയർന്ന നിലയിലായിക്കഴിഞ്ഞാലും നമ്മളിലുള്ള ആ ഒരു എളിമ, മറ്റുള്ളവരോടുള്ള പരിഗണന, അത് പിതാവ് ഒരിക്കലും പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സഹായം തേടി ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. അത് മുഖം നോക്കാതെ പിതാവ് സഹായിക്കുകയും ചെയ്യും. അതിന് കണക്കൊന്നും വെക്കത്തുമില്ല. അങ്ങനെ ഒരു ദിവസം ഒരു ചേട്ടൻ വരുമ്പോഴത്തേക്ക് പിതാവ് ഇങ്ങനെ ഒരു തുണ്ടിൽ എഴുതി കൊടുത്ത് 2 രൂപ ചേട്ടന് കൊടുക്കാൻ വേണ്ടി, സെക്രട്ടേറിയറ്റിൻ്റെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചേട്ടനൊരു പണി ചെയ്തു. ഈ തുണ്ട് കൊണ്ടുപോയിട്ട് ഈ 2ൻ്റെ ഇപ്പുറത്ത് ഒരു 1 കൂടെ എഴുതി ചേർത്തിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ കൊണ്ട് കൊടുത്തു. അപ്പോൾ സെക്രട്ടേറിയറ്റിന് ഈ പേപ്പർ കണ്ടപ്പം ഒരു സംശയം തോന്നി. പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പം പിതാവിന് ഒന്നും മിണ്ടിയില്ല. പിതാവ് ആ പേപ്പറിങ് മേടിച്ചിട്ട് സെക്രട്ടേറിയറ്റിനെ പറഞ്ഞു വിട്ട്. എന്നിട്ട് ആ ചേട്ടനെ അവിടെ ഇരുത്തിട്ട് നന്നായിട്ട് വഴക്ക് കൊടുത്തു. പിതാവ് വളരെ കമ്പാഷനേറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ സ്ട്രിക്റ്റുമായിരുന്നു. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെ ശാസിക്കും. നമുക്കൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ ശാസിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമില്ല. പക്ഷേ എന്തിനാണ് ശാസിക്കുന്നത്? സ്നേഹമുള്ളവരാണ് ശാസിക്കുന്നത് അല്ലേ, നമ്മളുടെ ജീവിതത്തെ തിരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, മേലെ അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് സെക്രട്ടറി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു 21 രൂപ കൊടുത്തോളാൻ പറഞ്ഞു. കാരണം അവിടെ ആ ചേട്ടനെ ഇൻസൾട്ട് ചെയ്യാൻ പിതാവ് ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു, ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ 21 രൂപ തന്നെ കൊടുത്ത ആ ചേട്ടനെ പറഞ്ഞു വിട്ടു. പിതാവ് മെത്രാനായി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇടയലേഖനം ഈ പറഞ്ഞ ഇത് സ്നേഹത്തിൽ സേവന നിരതരാകുക, ഈ ഒരു സ്ലോഗനെ ബേസ് ചെയ്തായിരുന്നു. പിതാവ് അതിനകത്ത് മുഴുവൻ കൊടുത്ത ഒരു ഊന്നൽ, നമുക്കെപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ല അയൽക്കാരായി തീരുക, മറ്റുള്ളവരെ കുറിച്ച് പരിഗണന ഉണ്ടാകുക, നമുക്കുള്ളതിൽ നിന്ന് നമ്മൾ പങ്കുവയ്ക്കണം, സമ്പന്നരായിട്ടുള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കണം എന്നുള്ള അങ്ങനെ
ആദ്യത്തെ ആഹ്വാനം തന്നെ അതായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് പിതാവിൻ്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെ ആഘോഷം വന്നത്. അപ്പോഴത്തെ രൂപതയിലുള്ള അച്ഛന്മാരൊക്കെ പറഞ്ഞു, പിതാവെ നമുക്ക് നല്ലതായിട്ടൊരു ആഘോഷം സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. പിതാവ് ഇപ്പോൾ പറഞ്ഞു, ഒരാഘോഷവും വേണ്ട, ഈ ആഘോഷത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ നമ്മുടെ രൂപതയിൽ വീടില്ലാത്ത കുറേ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണം. അപ്പോൾ അവരുടെ വീടുകളുടെ ഫോട്ടോയുടെ ആൽബം ആയിരിക്കണം എൻ്റെ ജൂബിലിയുടെ സ്മാരകം. പിതാവ് എപ്പോഴും പറയും, ഈ തെരുവിലും അവിടെ കടത്തിണ്ണയിലും ഒക്കെ കിടക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരിക്കലും ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷെൽട്ടറിനുള്ളിൽ അപ്പൻ്റെ കരുതൽ, അമ്മയുടെ സ്നേഹം, അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടല്ലേ. നമുക്ക് നമ്മളെ നോക്കാൻ അപ്പയും അമ്മയും എല്ലാ സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വളർന്നു വരാത്ത ആളുകൾ നാളെ സമൂഹത്തിന് അവരൊരിക്കലും ഒരു നന്മയായി തീരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതുകൊണ്ടാണ് പിതാവ് ഈ വീടെന്നുള്ളൊരു ഊന്നൽ അങ്ങനെയുള്ള ആളുകളെ ഉറപ്പായിട്ടും അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് പിതാവിൻ്റെ വലിയൊരു, അതുകൊണ്ട് പാവങ്ങളുടെ പിതാവെന്ന് പിതാവ് അറിയപ്പെടാൻ കാര്യം. അതുപോലെ തന്നെ പിതാവിൻ്റെ അവസാനത്തെ ഇടയലേഖനം ജപമാലയെക്കുറിച്ചായിരുന്നു. പിതാവിൻ്റെ ഒരു വീട്ടിലെ ഒരു നിഷ്ഠ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്നു. ജപമാല ഒരിക്കലും മുടക്കത്തില്ല. മാതാവിനോട് ഭയങ്കര ഒരു ഭക്തിയും, ജപമാല ഒരു ആയുധമായിരുന്നു പിതാവിൻ്റെ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയാണെങ്കിൽ കൂടുതൽ അച്ഛന്മാരോട് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പറയാം നമുക്ക് ജപമാലയല്ല എന്ന് പറയും. അപ്പം വൈകുന്നേരങ്ങളിൽ ഈ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജപമാല ചൊല്ലുമായിരുന്നു. അപ്പോൾ ഈ കുടുംബങ്ങളിൽ ഒരു തിരക്കിൻ്റെയോ മറ്റൊരു കാരണത്തിൻ്റെയോ പേരിൽ സന്ധ്യാപ്രാർത്ഥന, ജപമാല പ്രാർത്ഥന മുടക്കരുതെന്ന ആ ഒരു ആഹ്വാനമായിരുന്നു പിതാവിൻ്റെ അവസാനത്തെ ഇടയലേഖനം. നമുക്കിനി കൺസേൺ ഉണ്ടാവുമോ? ബാക്കിയുള്ളവരെ കുറിച്ച് ഉണ്ടാവണം. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ വിഷമിച്ച് വരുന്നവർ, ഭക്ഷണമില്ലാത്തവർ, നമ്മുടെ ചുറ്റിലുള്ളവർ. ഇത് കണ്ടോ നിങ്ങൾ? ഇത് പഴയ രീതിയിലുള്ള മേശയിൽ ആ പിതാവ് ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പിതാവിൻ്റെ കസേര, പഴയ മോഡലിലുള്ളത് കണ്ടോ. അപ്പോൾ പിതാവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ്? നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് കൺസേൺ ഉണ്ടാവണം ഇല്ലേ? നിങ്ങളുടെ ക്ലാസ്സിലും അയൽവക്കത്തും ഒക്കെ ഉള്ളവരോട് സ്നേഹത്തോടും അവർക്ക് നന്മ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. കൺസേൺ ഉണ്ടാവില്ലേ? ഇത് അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയാണ്. പിതാവ് ഞങ്ങൾ കാവുകാട്ട് പിതാവിൻ്റെ ജീവിതം ഇങ്ങനെ പരിചയപ്പെട്ട് വരികയാണ്. കാവുകാട്ട് പിതാവിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന ധാരാളം നന്മകളും സുഹൃതങ്ങളും ഉണ്ടായിരുന്നു. അതിൽ പിതാവിനെ ഏറെ സ്വാധീനിച്ചൊരു കാര്യം ഏതായിരിക്കും? നിങ്ങളെപ്പോലെ ഇതുപോലെ കൊച്ചായിരുന്ന അവസരത്തിലാണ് പിതാവിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. എൻ്റെ തൈലാഭിഷേക കുദാശ, സ്ഥൈര്യലേപനം ഞാൻ സ്വീകരിച്ചത് കാവുകാട്ട് പിതാവിൽ നിന്നാണ്. ഇങ്ങനെ ഈ കുദാശ സ്വീകരിച്ച ഓർമ്മയാണ് ആദ്യമായിട്ട് കാവുകാട്ട് പിതാവിനെ പറ്റി എനിക്കുള്ളത്, ഓർമ്മയുള്ളത്. അതുകൊണ്ട് പിന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ സെമിനാരിയിൽ എന്നെ സ്വീകരിച്ചത്, എനിക്ക് അഡ്മിഷൻ തന്നത് കാവുകാട്ട് പിതാവാണ്. അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് വളരെ സൗമ്യതയോടുകൂടെ വളരെ പ്രസന്നനായിട്ട് ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ പിന്നെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു പിതാവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എല്ലാവരോടും ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന, അപ്പോൾ എല്ലാവർക്കും വളരെ താല്പര്യം തോന്നിക്കുന്ന രീതിയിൽ ഒരു വാത്സല്യനിധിയായ പിതാവ് എന്ന നിലയിലാണ് ഓർമ്മ മനസ്സിൽ നിൽക്കുന്നത്. പിതാവെ, കാവുകാട്ട് പിതാവിന് കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസ രൂപീകരണത്തിന് ധാരാളം കാര്യങ്ങൾ പിതാവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാവുകാട്ട് പിതാവിൻ്റെ ജീവിതത്തിൽ ഏത് സുഹൃതമാണ് ഇവർക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? പിതാവിൻ്റെ ഒരു നിഷ്കളങ്കത, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരെയും പിതാവ് സ്നേഹിക്കുന്ന, ആരോടും ഒരു മുൻവിധി വെച്ചുകൊണ്ട് ഇന്നയാൾ മോശമാണ്, ഇന്നയാൾ നല്ലതാണ്, അങ്ങനെ ആ രീതിയിലല്ല. എല്ലാവരെയും പിതാവ് സ്നേഹിക്കുന്നു. അതാണല്ലോ ദൈവമായ പിതാവിൻ്റെയും ഒരു സമീപനം. അതാണല്ലോ നല്ലവരെയും ചീത്തവരെയും ദൈവം സ്നേഹിക്കുന്നു, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നു, എല്ലാവരും നല്ലവരാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പിതാവിന് ആ ഒരു ഹൃദയത്തിൽ കളങ്കമില്ലാതിരുന്നതുകൊണ്ട് ഇത് മറ്റുള്ളവരെയും കളങ്കരഹിതരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ലവരാണെന്ന രീതിയിലാണ്. പിതാവിനെ കളിപ്പിക്കാൻ വന്നവരെയും പിതാവ് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. ചില ഒരു വിഷാടനത്തിനൊക്കെ വരുന്ന ആൾക്കാർ ചിലപ്പം കളിപ്പിക്കാൻ വരുന്നതായിരിക്കും. അവരെപ്പോലും പിതാവ് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുക, അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ സഹായം ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു നിഷ്കളങ്ക ഹൃദയം ആയിരുന്നു പിതാവിനുണ്ടായിരുന്നത്. അതെ, നിഷ്കളങ്കരായി ജീവിക്കുക. അതാണല്ലോ പിള്ളേരുടെ, എത്ര പ്രായം ചെന്നാലും നിഷ്കളങ്കത നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അത് വേണമെന്നാണല്ലോ കർത്താവും പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാവുകാട്ട് പിതാവാണ് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ഈ മതബോധന പ്രസ്ഥാനത്തിന്
ക്രമീകൃതമായ രൂപം കൊടുത്ത് ഇവിടെ പിതാവ് ഇവിടെയായിരുന്ന അവസരത്തിലാണ് അതിന് പ്രത്യേകമായ ഒരു കേന്ദ്രം ഉണ്ടാക്കുകയും ഒരു വൈദികനെ പൂർണ്ണമായിട്ട് അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്ന് കാണുന്ന മതബോധന പ്രസ്ഥാനത്തിൻ്റെ ഒരു അടിസ്ഥാനമിട്ടത് വാസ്തവത്തിൽ ഡോക്ടർ പിതാവാണ്. പിന്നീടാണ് എല്ലാ രൂപതകളിലേക്കും അതങ്ങനെ വ്യാപിച്ച രീതിയിൽ ഉണ്ടായത്. അങ്ങനെ പിള്ളേരുടെ ആ വിശ്വാസ പരിശീലന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ച പിതാവാണ് ഗവട്ട് പിതാവ്. പിതാവെ ഒത്തിരി നന്ദി. പിതാവ് ഒരുപാട് തിരക്കായിരുന്നു, എങ്കിലും ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത ഈ സമയത്തിന് വളരെ സന്തോഷം. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പാലാ രൂപതയിലെ പ്രവിത്താനം എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് മാർ മാത്യു കാവുകാട്ട് പിതാവ് ജനിച്ചത്. പിതാവിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പാലായിലെ പേര് കേട്ട കുടുംബമാണ് കാവുകാട്ട് കുടുംബം. ഈ വീടിന് 200 വർഷത്തിലേറെ പഴക്കമുണ്ട്. ആ പഴമ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുക. നമുക്കിവിടെ ഇച്ചിരി നേരം ഇരിക്കാം അല്ലേ. നമ്മുടെ കാവുകാട്ട് പിതാവ് വീട്ടിലെ ഏറ്റവും ഇളയ വാവയായിരുന്നു. 6 മക്കൾ, 4 ആണും 2 പെണ്ണും. മമദിസ പേര് മാത്യു എന്നായിരുന്നു. അപ്പം എല്ലാവരും ഭയങ്കര ഓമനിച്ച് വിളിച്ചുകൊണ്ടിരുന്നത് മത്തച്ഛൻ എന്നായിരുന്നു. ഈ ശരിക്കും വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഭക്തിയും വിശ്വാസവും ഒക്കെ. ബാക്കി എല്ലാവരുടെയും കഥ കേൾക്കുന്നത് പോലെ തന്നെ പിതാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. അപ്പൻ്റെ അമ്മയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ കുർബാന മുടക്കത്തില്ലായിരുന്നു, അപ്പനും അമ്മയും. ഇപ്പം സാധാരണ നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പേ അമ്മമാർ തിടുക്കത്തിൽ ജോലിയെല്ലാം ഒതുക്കി ഓടിയല്ലേ പള്ളിയിൽ പോകുന്നത്. പക്ഷേ ഈ അമ്മയുടെ ഒരു പ്രത്യേകത, കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുന്നതിന് മുമ്പേ ആരോട് മിണ്ടടക്കം എന്ന് പറയും, ആരോട് സംസാരിക്കത്തില്ല. അത്രയും ആ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കുമ്പോഴും ഇങ്ങനെ കുർബാനയ്ക്ക് മനസ്സുകൊണ്ട് ഒരുങ്ങി അത്രയും പ്രിപ്പയർ ചെയ്തായിരുന്നു കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കാവുകാട്ട് പിതാവിനെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്, അമ്മയുടെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ്. അത്രയും ഒരുങ്ങിയായിരുന്നു കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അമ്മ അച്ഛന്മാരോട് ഭയങ്കര സ്നേഹവും ആദരവുമായിരുന്നു. അപ്പോൾ ഇടവപ്പള്ളിയിൽ അച്ഛന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും. ആരെങ്കിലും അച്ഛന്മാർ വീട്ടിൽ വരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിശിഷ്ട അതിഥിയെ സ്വീകരിക്കാനുള്ളൊരു ഭയങ്കര അങ്ങനത്തെ ഒരു ത്രില്ല് കാണിക്കുമായിരുന്നു. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അച്ഛന്മാർ അത്രയും. അപ്പോൾ ഈ വൈദികരോട് അപ്പനും അമ്മയും കാണിക്കുന്ന ഒരു സ്നേഹവും ആദരവും ഒക്കെ കണ്ടാണ് നമ്മുടെ കുഞ്ഞു മത്തച്ഛൻ വളർന്നു വന്നത്. അതുപോലെ തന്നെ അമ്മയുടെ വേറൊരു പ്രത്യേകത, പാവങ്ങളോട് ഭയങ്കര സഹാനുഭൂതിയായിരുന്നു. പ്രത്യേകിച്ചും ചുറ്റുവട്ടത്തുള്ള, ഇപ്പോൾ ഈ വീടിന് ചുറ്റിലുമൊക്കെ ഒത്തിരി പല ജാതിയിലും മതത്തിലും ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അവിടെയുള്ള അമ്മമാരൊക്കെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ, വിഷമം പറയാനാണെങ്കിലും ആവശ്യം പറയാനാണെങ്കിലും അമ്മയുടെ അടുത്ത് വരും. അമ്മയുടെ പേര് ത്രേസ്യ എന്നായിരുന്നു. അമ്മയുടെ അടുത്ത് വരുമായിരുന്നു. അമ്മ അത് കേട്ട് അവരെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഒരിക്കൽ പോലും ആരോടും ദേഷ്യപ്പെടാത്ത ഒരാളായിരുന്നു. നമുക്കൊക്കെ ദേഷ്യം വരാറില്ലേ അല്ലേ? അപ്പം പക്ഷേ ഈ അപ്പച്ചൻ ഒരിക്കലും ആരോടും അങ്ങനെ ഒട്ടും ദേഷ്യം കോപിക്കാത്ത പ്രകൃതമായിരുന്നു. ഈ പുണ്യം അതുപോലെ തന്നെ ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? നമ്മുടെ മത്തച്ഛന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പിതാവ് മെത്രാനായി കഴിഞ്ഞൊക്കെ എല്ലാവരും എടുത്തു പറയുന്ന പിതാവിൻ്റെ ഒരു സുഹൃതമെന്ന് പറയുന്നത്, ഒരിക്കൽ പോലും പിതാവിനെ ഇങ്ങനെ കോപിച്ച് അരിശപ്പെട്ട ആ മുഖം കണ്ടിട്ടില്ല, അങ്ങനെ കയർത്ത് ആരോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ അപ്പൻ്റെ ഒരു പ്രത്യേകത, അപ്പൻ 50 വയസ്സ് വരെ കൃഷിപ്പണികളൊക്കെ ചെയ്തു. 50-ാമത്തെ വയസ്സിൽ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ അധ്വാനമൊക്കെ നിർത്തി, ഇനി നിങ്ങൾ വേണം കൃഷിയൊക്കെ നോക്കി നടത്താൻ. എന്നിട്ട് 50 വയസ്സ് കഴിഞ്ഞ് അപ്പൻ മുഴുവൻ സമയവും പള്ളിയുമായിട്ട് ബന്ധം. അന്ന് ഈ ഫ്രാൻസിസ്കൻ മൂന്നാം സഭ, അൽമായ സഭയാണ്, അതിൻ്റെ ലീഡറൊക്കെ ആയിരുന്നു പള്ളിയിൽ. അപ്പം ഈ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ ഇവർക്ക് പ്രത്യേകം പ്രാർത്ഥനകളുണ്ട്, കൂട്ടായ്മയുണ്ട്. പിന്നെ ഇങ്ങനെ ചുറ്റുമുള്ള ആളുകളുടെ, രോഗികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പോവും, ആ രോഗികളെ പരിചരിക്കും, പാവങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയി അവരെ സഹായിക്കും. അങ്ങനെ മുഴുവൻ സമയവും മറ്റുള്ളവരെ സേവിക്കാനായിട്ട് 50 വയസ്സിന് ശേഷം അപ്പൻ അങ്ങനെയായിരുന്നു അപ്പൻ്റെ മുഴുവൻ സമയം എടുത്തിരുന്നത്. എന്നിട്ട് അപ്പൻ ഒരു കാര്യം ചെയ്തു, മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും സ്വത്തേ ഉള്ളൂ, ഇതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും സ്വത്ത് സമ്പാദിക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഇതിനേക്കാളും സ്വത്ത് സമ്പാദിക്കുന്നില്ല. കാരണം സമ്പത്ത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഐക്യവും സ്നേഹവും കുറയും. അതായത് ഈ ഒരു സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ എല്ലാ മൂല്യങ്ങളും നമ്മുടെ കാവുകാട്ട് പിതാവിന് കിട്ടിയത് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പൻ വലിയൊരു മാതൃകയായിരുന്നു, അമ്മ അതുപോലെ തന്നെ. അമ്മയായിട്ടായിരുന്നു ഭയങ്കര അറ്റാച്ച്മെൻറ്റ്.
അത് കഴിഞ്ഞ് കുഞ്ഞായിരിക്കുമ്പം കുടിപ്പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞ് പഠിക്കാൻ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. ചെറുപ്പകാലത്ത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതിയിരുന്നത്. ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നവർക്ക് എക്സ്ട്രാ ഇൻ്റലിജൻ്റ് ആണെന്ന് പറയില്ലേ. അപ്പം അങ്ങനെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തനിയെ ഈ ലെഫ്റ്റ് ഹാൻഡ് മാറ്റി റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെ എഴുതാൻ തുടങ്ങി. അത് ജീവചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. കുർബാനയൊക്കെ ചൊല്ലുമ്പം ശരിക്കും വലത് കൈയല്ലേ കൂടുതൽ അച്ഛന്മാർ ഉപയോഗിക്കുന്നത് ആളുകളെ പ്രാർത്ഥിക്കാൻ. അപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് എല്ലാത്തിനും ഇങ്ങനെ സ്മൂത്തായി കഴിഞ്ഞാൽ പെട്ടെന്ന് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും എല്ലാ കാര്യത്തിനും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. ഇപ്പം ഈ വീട് ചങ്ങനാശ്ശേരി അതിരൂപത ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സാണ് ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ ധാരാളം വിശ്വാസികൾ ഈ വീട് സന്ദർശിക്കുന്നുണ്ട്. വീടിൻ്റെ ഈ പോർഷനില്ലേ, ഇത് 1950 പിതാവിൻ്റെ അപ്പച്ചൻ പണി കഴിപ്പിച്ചതാണ്. അന്ന് അച്ഛൻ പിതാവ് വൈദികനായിരുന്നു. അപ്പം വീട്ടിൽ വരുമ്പം അച്ഛന് സെപ്പറേറ്റ് താമസിക്കാനുള്ളൊരു ഇടം എന്നുള്ള രീതിയിൽ അവിടെ ഒരു ചെറിയ പാർലറും വിശ്രമമുറി അങ്ങനെയായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് ചാപ്പലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അകത്ത് പോയി പിതാവ് ജനിച്ച മുറി, കുഞ്ഞുവാവയായിട്ട് കിടന്ന കട്ടിലും മുറിയെല്ലാം അകത്തുണ്ട്. നമുക്കത് പോയി കണ്ടാലോ? ഈ മുറിയിൽ കവാട്ട് പിതാവിൻ്റെ അപ്പച്ചൻ്റെ പേര് ചുമ്മാർ. അപ്പച്ചൻ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്. ഇങ്ങനത്തെ കസേര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചാരു കസേര എന്ന് പറയും, പഴയ രീതിയിലുള്ള കസേര. ആ മുറിയാണ് കവാട്ട് പിതാവ്, അതായത് നമ്മുടെ കൊച്ചുമാത്തച്ഛൻ ജനിച്ച മുറി. നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിലെ ഒരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ്. അവധി ദിവസങ്ങളിൽ കളിക്കാൻ പോകും. അങ്ങനെ ഒരു പ്രാവശ്യം പോകുന്ന സമയത്ത് കളിക്കുന്നതിനിടയ്ക്ക് ചേട്ടൻ മതിലിൽ നിന്ന് തള്ളി താഴെ ഇട്ടു. നിങ്ങളെ ആരെങ്കിലും ആണ് ചേട്ടനോ അനിയനോ അങ്ങനെ അല്ലെ ചേച്ചിയോ ഒക്കെ മതിലിൽ നിന്ന് തള്ളി താഴെ ഇടുവാണ്, അല്ലെ ഇങ്ങനെ ഉന്തി ഇടുവാണ്, എന്തായിരിക്കും പ്രതികരണം? ഒരു ദേഷ്യപ്പെടുവോ? എന്നിട്ട് കരഞ്ഞ് വീട്ടിൽ വന്ന് കംപ്ലൈൻ്റ് ഒക്കെ പറയും അല്ലേ? പക്ഷേ നമ്മുടെ കൊച്ചുമാത്യു എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ഇനി അരിശപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വേദന മാറുമോ എന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാ, എനിക്ക് വിഷമമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷമ എന്നുള്ള പുണ്യം വളരെ ചെറുപ്പത്തിലേ തൊട്ട് നമ്മുടെ കവാട്ട് പിതാവിലുണ്ടായിരുന്നു. ഇനി നമുക്ക് പിതാവ് ജനിച്ച മുറി കാണാം. വാ. ഈ മുറിയിലാണ് നമ്മുടെ പിതാവ് ജനിച്ചത്, കവാട്ട് പിതാവ് ജനിച്ചത്. നിങ്ങളിതിൻ്റെ മേൽക്കൂരയൊക്കെ ശ്രദ്ധിച്ചോ? പൊക്കം കുറവാണ്, മുഴുവൻ തടിയാണ് അല്ലേ? പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു തട്ടുണ്ടായിരുന്നു. അവിടെ പോയിരുന്ന കുഞ്ഞായിരിക്കുമ്പോൾ പഠിക്കുന്നത്. ഈ ആളും തിരക്കിൻ്റെയും ബഹളത്തിൻ്റെ ഇടയ്ക്കൊക്കെ മാറി നിന്ന് ആ മുകളിലുള്ള തട്ടിൽ അവിടെ തട്ടുംപുറത്ത് കയറിയിരുന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പടം ശ്രദ്ധിച്ചോ? ആരായിരിക്കും അത്? അപ്പച്ചനും അമ്മയും ആയിട്ടുള്ള ചിത്രമാണത്. നമ്മളിപ്പം എത്തിയത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിലാണ്. നമ്മൾ ഈ കോളേജിൽ വരാനുണ്ടായ കാര്യം, കോളേജ് പണി കഴിപ്പിച്ചത് കാവുകാട്ട് പിതാവാണ്. പിതാവിന് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധയും താല്പര്യവും ഉണ്ടായിരുന്നു. അപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു വർഷം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി ഒരു വർഷം അമ്മയുടെ കൂടെ നിൽക്കുക. അപ്പം ആ വീട്ടിൽ തന്നെ നിൽക്കുക, അമ്മയോട് ഭയങ്കര ഒരു അടുപ്പമായിരുന്നല്ലോ. അങ്ങനെ ആ സമയത്താണ് ഒരച്ഛൻ പള്ളിയുടെ അടുത്ത സ്കൂളിൽ അച്ഛനിങ്ങനെ വിളിച്ചു, അച്ഛനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് അധ്യാപകനായിട്ട് ജോലിക്ക് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ ഒരു കൊച്ചു തലകറങ്ങി വീണ്. അപ്പം സംസാരിച്ചപ്പോൾ മനസ്സിലായ കൊച്ചു ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞ് അങ്ങനെ തലകറങ്ങി വീണയാന്ന് മനസ്സിലായി. അപ്പോൾ പിതാവിന് മനസ്സിലായി അങ്ങനെ ധാരാളം പേര് അവിടെ വേദനിക്കുന്നവരുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ ആ കൊച്ചുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനും കാത്തലിക്സ് ആയിട്ടുള്ള കൊച്ചുങ്ങൾക്ക് കാറ്റഗിസം പഠിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു. 6 മാസത്തെ പഠനമൊക്കെ പഠിപ്പീരൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് അമ്മയോട് പറയുന്നത്, ഞാൻ സെമിനാരി ചേരാൻ പോവുകയാണെന്ന്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞില്ല. അങ്ങനെ ഒരു പിതാവിൻ്റെ എല്ലാ തീരുമാനങ്ങളുടെ പിന്നിലും ഒരു ശാന്തതയും പക്വതയും ഒക്കെ ഉണ്ടായിരുന്നു. സെമിനാരിയിലും വളരെ നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരുപാട് എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ പറ്റുന്നൊരു ജീവിതമായിരുന്നു. വൈദികനായി കഴിഞ്ഞിട്ടും വന്ന എല്ലായിടും അന്ന് ഇവിടെ പിന്നെ ബെർക്ക്മെൻസ് കോളേജിൽ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ സുറിയാനി പഠിപ്പിക്കാനായിട്ട് അവിടെ അധ്യാപകനായിട്ട് ചേർന്നു. ആ സമയത്ത് പിതാവ് ഹോസ്റ്റൽ വാർഡനും കൂടിയായിരുന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ സ്റ്റഡി ടൈം ഉണ്ടല്ലോ, ഹോസ്റ്റലിൽ സ്റ്റഡി ടൈമൊക്കെ ഉണ്ട്. അപ്പം ഈ ലിഷർ ടൈം കഴിഞ്ഞിട്ടും കുറച്ച് സ്റ്റുഡൻസ് സ്റ്റഡി ഹാളിലേക്ക് പോകാതെ ഇവർ വട്ടം കൂടിയിരുന്ന് അച്ഛന്മാരെ കുറ്റം പറയുക. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത അച്ഛൻ്റെ എന്തോ ഒരു പ്രവൃത്തി ഉണ്ടായി. അപ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് കുറ്റം പറയുക. അപ്പം കാവുകാട്ട് അച്ഛൻ അന്ന് പിതാവായിട്ടില്ല, മാത്യു അച്ഛനത് കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അവരെ അങ്ങ് വിളിച്ചു. അതിലൊരാൾ നേതാവിനെ അങ്ങ് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ എല്ലാവരും കൂടി
സ്റ്റഡി ടൈമിലിരുന്ന് കുറ്റമൊക്കെ പറയുകയാണല്ലോ എന്ന് പറഞ്ഞു. പിതാവ് ഭയങ്കര ചിരിച്ചുകൊണ്ടാണ്. സാധാരണ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അരിശം വരും, ദേഷ്യപ്പെടും, ഒന്നുമില്ല, ചിരിച്ചുകൊണ്ട് എന്താ കുറ്റം, ഒരു കാര്യം ചെയ്യും, ജോസഫ് എങ്കിൽ ഒരു നല്ല അച്ഛനാവ്, അപ്പോൾ പിന്നെ ആർക്കും പരാതിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴക്കിനേക്കാളും ഇഫക്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു. അപ്പം അദ്ദേഹത്തിന് ആ ഒരു കുറ്റം പറഞ്ഞത് ശരിയായില്ല, തെറ്റായിപ്പോയി. പിന്നീട് അദ്ദേഹം പിതാവിനെക്കുറിച്ചുള്ളൊരു ഓർമ്മ പങ്കുവെച്ചൊരു പുസ്തകത്തിൽ വായിച്ചതാണ് ഈ സംഭവം. ഇതൊരു വിമൻസ് കോളേജാണ് അല്ലേ? പെൺകുട്ടികൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അങ്ങനെ ഒരു ചിന്ത പിതാവിന് വരാൻ കാര്യം പിതാവ് ഇങ്ങനെ പറയുമായിരുന്നു. ഒരു കുടുംബം നന്നാകണമെങ്കിൽ ആ കുടുംബത്തിലെ സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ, കാരണം പിതാവ് കണ്ട് വളർന്നത് അമ്മയാണ്. അമ്മ നൽകിയ സ്വാധീനവും അമ്മ കുടുംബത്തിന് കൊടുത്ത കരുത്തും ഒക്കെ പിതാവ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം എപ്പോഴും എല്ലാ തരത്തിലും നമ്മളെ പക്വമതികളാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അത്തരത്തിൽ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറേ കുടുംബങ്ങളുണ്ടാവും. നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നത്. ആ ഒരു ദീർഘവീക്ഷണത്തോടെയാണ് ഈ ഒരു വിമൻസ് കോളേജിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിച്ചതും അങ്ങനെ പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഏറ്റവും സജീവമായിട്ട് ഇവിടെ ആരംഭിച്ചത്. കോളേജിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പഠന രംഗത്തും കലാകായിക രംഗത്തും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോളേജാണിത്. SB കോളേജിൽ പ്രൊഫസറായിരുന്നു. ആ ഒരു സമയത്താണ് അച്ഛൻ പിതാവായിട്ട് ചുമതല ഏൽക്കുന്നത്. പിന്നീട് കോളേജിൽ പഠിപ്പിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഈ 2 കോളേജിൻ്റെയും പേട്രനായിരുന്നു. ധാരാളം ഇവിടുത്തെ മാനേജ്മെൻറ്റ് മുഴുവൻ കാര്യങ്ങളും പിതാവ് ശ്രദ്ധ വെച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ ഈ പള്ളി ഓർക്കുന്നുണ്ടോ? നമ്മൾ കുര്യാളശ്ശേരി പിതാവിൻ്റെ കബറിടം സന്ദർശിച്ചത് ചങ്ങനാശ്ശേരി സെയിൻറ്റ് മേരീസ് കത്തീഡ്രൽ അല്ലേ? ഇവിടെ തന്നെയാണ് കാവുകാട്ട് പിതാവിൻ്റെ കബറിടം. കബറിടത്തിൻ്റെ തൊട്ടരികിലാണ്. 1969 ഒക്ടോബർ 9 പിതാവ് മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് 1962 രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ അവസാന ഘട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് പിതാവ് വത്തിക്കാനിലേക്ക് പോയി. അപ്പം നേരത്തെ തീരുമാനിച്ചിരുന്നു പോകുന്ന വഴിക്ക് ജർമ്മനിയിൽ പോയി ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തണം എന്നൊരു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ജർമ്മനിയിൽ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലിലാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് പരിശോധിക്കുമ്പോഴാണ് പിതാവിന് കുടലിൽ ക്യാൻസർ ആണെന്ന് മനസ്സിലാവും. അങ്ങനെ അവിടെ പെട്ടെന്ന് തന്നെ ഒരു സർജറി ഡോക്ടേഴ്സ് നിശ്ചയിച്ചു. അങ്ങനെ ഒരു വളരെ അപകടകരമായൊരു സർജറി ആയിരുന്നു. അങ്ങനെ അവിടെ സർജറി കഴിഞ്ഞു, 2 ആഴ്ച വിശ്രമമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ എല്ലാം ആ സമയത്ത് പിതാവിന് ഒരുപാട് സഹനങ്ങളുണ്ടായിരുന്നു. ശാരീരികമായിട്ടും അല്ലാതെയൊക്കെ വലിയ ഉത്തരവാദിത്വങ്ങൾ എടുക്കുന്നവർക്ക് പലതരത്തിലുള്ള ഞെരുക്കങ്ങളുണ്ടാകും. പക്ഷേ ഇതൊന്നും പിതാവ് പുറമേ കാണിക്കുകയോ അതിൻ്റെ ഒരു അസ്വസ്ഥതയോ അതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുകയോ ഒന്നും ഉണ്ടായില്ല. വളരെ നിശബ്ദമായി ശാന്തമായിട്ട് അങ്ങനെയായിരുന്നു പിതാവിൻ്റെ ജീവിതം. അത് ആ ഹോസ്പിറ്റലിലുള്ള അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് പിന്നീട് പറഞ്ഞു, ഇത്രയും ക്ഷമയും ശാന്തതയും ഉള്ള ഒരാളെ അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം ഈ സർജറിയുടെ കഴിഞ്ഞ് ഭയങ്കര വേദന. പക്ഷെ പിതാവിൻ്റെ മുഖത്തിന് ഒരു പരാതിയുടെയോ ഒരു ഭാവവ്യത്യാസവും ഇല്ല. പിതാവ് വളരെ നന്നായിട്ട് അവരുമായിട്ട് സഹകരിച്ചു. അത് കഴിഞ്ഞ് വത്തിക്കാൻ കൗൺസിലൊക്കെ തിരിച്ച് പിതാവ് ഇവിടെ വരുമ്പോൾ വിമോചന സമരത്തിൻ്റെ ഒരു കാലമായിരുന്നു. അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം പിതാവ് ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചങ്ങനാശ്ശേരിയിൽ പൊതുജനം ഒരുമിച്ച് കൂടി പോലീസ് അവർക്ക് നേരെ നിറയൊഴിക്കും എന്നൊരു ഭയങ്കര അപകടകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് പിതാവ് നേരെ ഓടി സക്രാരിയുടെ മുന്നിൽ പോയി മുട്ടയിൽ നിന്നു. ആ പിതാവ് അവിടെ തന്നെ നിന്നു. ഈ സമയത്ത് അവിടെ അന്തരീക്ഷം ശാന്തമായി. അങ്ങനെ ഒരു പിതാവിൻ്റെ ആ ഒരു ദൈവാശ്രയത്വം ജീവിതത്തിൻ്റെ എല്ലാ ഞെരുക്കത്തിൻ്റെയും സഹനത്തിൻ്റെയും വേളകളിൽ പിതാവ് അത് ശരിക്കും പിതാവിൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെയാണ് പാവങ്ങളോട് ജീവിതം മുഴുവൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പാവങ്ങളോട് രോഗികളോടൊക്കെ ഒരു പ്രത്യേക കരുണയായിരുന്നു പിതാവ് കാണിച്ചിരുന്നത്. അങ്ങനെ പിതാവ് ഇവിടെ ഹോസ്പിറ്റലിൽ വരെ തുടങ്ങി. പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് ചികിത്സ കിട്ടാതെ അവരുടെ ജീവിതത്തിന് അപകടം ഉണ്ടാകരുത്. അപ്പോൾ ഈ ക്യാൻസർ രോഗം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നീട് പിതാവിന് ക്ഷീണമായിരുന്നു. പിന്നീട് ഈ ഒരു 69 വരെയുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ പിതാവ് ഒത്തിരി വേദനകളിലൂടെയൊക്കെയാണ് പോയത്. പക്ഷേ ആ സമയത്തും ആരെങ്കിലും ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പിതാവ് അവരെ സഹായിക്കുമായിരുന്നു. നമ്മൾ ഈ സമയം പിതാവിൻ്റെ ഈ കബറിടത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കാൻ മടിയുള്ള എല്ലാവരെയും ഓർക്കാം.
നമുക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാനായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത് അല്ലേ? പിതാവ് ജീവിതം മുഴുവൻ പിതാവ് ജീവിതത്തിൽ പകർത്തി കാണിച്ചതും എപ്പോഴും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്. ബൈബിളിലൊരു വാക്യമുണ്ട്, അതിലുപ്തും അമിത ധാരാളിത്വം ഒരുപോലെ പാപമാണ്. അപ്പോൾ ചിലർ ആർക്കും ഒന്നും ഷെയർ ചെയ്യാതെ ദൂർത്തടിച്ച് ജീവിക്കുന്നവരുണ്ട്. ചിലരുണ്ട് പക്ഷേ ഭയങ്കര ലുബ്ധാണ്, ഭയങ്കര പിശുക്കാണ്, ആർക്കും ഒന്നും കൊടുക്കത്തില്ല. അത്രയും കടുത്ത സ്വാർത്ഥതയെ ജീവിക്കുന്ന എല്ലാവരും ഈ സമയം നമുക്ക് ഓർക്കാം. ഒപ്പം നമ്മുടെ സ്വാർത്ഥതയെ നമുക്ക് സമർപ്പിക്കാം, കർത്താവിൻ്റെ കൈ കൊടുക്കാം അല്ലേ? ഷെയർ ചെയ്യുന്നൊരു മനസ്സ് നമുക്കും വേണം. പിതാവ് ഈ സമയം നമ്മുടെ ആ നിയോഗത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നിങ്ങളുടെ നേരെ നീട്ടുന്ന അഗതിയുടെ കരത്തിൻ്റെ പിന്നിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കരം കാണണം. വേദനിക്കുന്നവൻ്റെ കണ്ണുനീർത്തുള്ളികൾ അത് ക്രിസ്തുവിൻ്റെ കണ്ണുനീർത്തുള്ളികളാണ്. മനസ്സ് മുഴുവൻ പാവങ്ങളോടുള്ള നിസ്വാർത്ഥ സ്നേഹം കാത്തു സൂക്ഷിച്ച ദേവദാസൻ മാത്യു കാവുകാട്ട് പിതാവിൻ്റെ ജീവിതം നമുക്കേവർക്കും മാതൃകയായി തീരട്ടെ. ഈ യാത്രയോടെ അവസാനിക്കുന്നു. അടുത്ത യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി. ബൈ.